ലോകം മുഴുവനും 1.4 ബില്യൺ കത്തോലിക്കരാണ് ഉള്ളത്. അതിൽ 24 റീത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ മേഖലയിൽ ഇന്നേ ദിവസം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പൗരസ്ത്യ സഭകൾക്കായുള്ള 23 റീത്തുകളിൽപ്പെട്ട ഓറിയന്റൽ സഭയുടെ ജൂബിലി ഇപ്പോൾ വത്തിക്കാനിൽ നടക്കുകയാണ്. ഇന്നേ ദിവസം പ്രത്യേകമായി മെയ് 13-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ അന്ന് വത്തിക്കാനിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷം നടന്നു. ഈ ആഘോഷത്തിൽ 18 മില്യണോളം വരുന്ന പൗരസ്ത്യ സഭകളുടെ ഏറ്റവും വലിയ സഭയാണ് സീറോ മലബാർ സഭ. ഏകദേശം 5 മില്യണോളം വരുന്ന വിശ്വാസികൾ. അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സീറോ മലബാർ സഭയുടെ റെപ്രസെന്റേറ്റീവായി എത്തിച്ചേർന്ന മറ്റ് പിതാക്കന്മാരും ചേർന്ന് ഓറിയന്റൽ ചർച്ചിന് വേണ്ടി ഡെക്കാസ്റ്റിയുടെ ഹെഡായ അഭിവന്യ കർദിനാൾ ഗുജറാത്തിയുടെ നേതൃത്വത്തിലും കൽദായ സഭയുടെ പേട്രിയാർക്കായ സാക്കോ പിതാവിന്റെ നേതൃത്വത്തിലുമാണ് ഇന്നത്തെ ശുശ്രൂഷകൾ നടന്നത്. ഇന്നത്തെ ഓറിയന്റൽ സഭകൾക്ക് വേണ്ടിയുള്ള ഈ ജൂബിലി ആഘോഷത്തിൽ നേതൃത്വം കൊടുത്തത് യൂറോപ്പിന്റെ അപ്പസ്റ്റോളിക് വിസിറ്റേഷന്റെ ജനറൽ കോർഡിനേറ്ററായ ഫാദർ ക്ലെമന്റ് ആയിരുന്നു. അദ്ദേഹത്തോട് ചേർന്ന് ഫാദർ നിജോ പള്ളായും ഈ വിവിധ ശുശ്രൂഷകൾക്ക് കോർഡിനേറ്റ് ചെയ്യുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തിരുന്നു. നമുക്ക് ഇപ്പോൾ പ്രിയപ്പെട്ട ക്ലെമന്റ് അച്ഛനിൽ നിന്നും ആ വാർത്തകൾ കേൾക്കാം. സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷമുള്ള ദിവസമാണെന്ന് ആഗോള സഭ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ പുണ്യദിനത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില് കത്തേദ്ര പേത്രി ചെയർ ഓഫ് പീറ്ററിന്റെ ഓൾട്ടറിൽ വെച്ച് കാൽഡിയൻ സഭയും സീറോ മലബാർ സഭയും ഒന്ന് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു. ഇന്നത്തെ വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കാൽഡിയൻ സഭയുടെ പേട്രിയാർക്ക് ലൂയിസ് റാഫേൽ സാക്കോ പ്രഥമനാണ്. മുഖ്യ സന്ദേശം നൽകിയത് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ഒപ്പം തന്നെ വിശുദ്ധ ബലിക്ക് സഹകാർമ്മികത്വം വഹിക്കാൻ ധാരാളം പിതാക്കന്മാരുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രീഫെക്ട് ഫോർ ദ ഇന്റർ റിലീജിയസ് ഡയലോഗ് കാർഡിനൽ ജോർജ് കൂവക്കാടും പ്രീഫെക്ട് ഓഫ് ദ ഓറിയന്റൽ ചർച്ചസ് കാർഡിനൽ ഗുജറാത്തിയും പങ്കുചേർന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം നൽകിയ സന്ദേശം ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് വെറൈറ്റി ഈസ് ബ്യൂട്ടി. വിവിധ കത്തോലിക്ക സഭയിലെ പാരമ്പര്യങ്ങളുള്ള വിവിധ റീത്തുകൾ ഒന്നു ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എത്രയോ സുന്ദരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ ഈ റോമൻ നഗരത്തില് വിവിധ സഭകളുടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ സാർവത്രിക സഭയ്ക്ക് എന്നും ഔന്നിത്യം നൽകുന്ന സഭകളാണ് പൗരസ്ത്യ സഭകളെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയുണ്ടായി. പൗരസ്ത്യ സഭകളിലെ വിവിധ റീത്തുകളിൽ നിന്ന് വന്ന ധാരാളം വൈദികരും സമർപ്പിതരും ഇന്നത്തെ ഈ വലിയ കൂട്ടായ്മയെ സമ്പന്നമാക്കി. ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യേ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ സീറോ മലബാർ വിശ്വാസികൾ കാറോസുസുക്ക് നേതൃത്വം നൽകി. സമർപ്പണ ശുശ്രൂഷയിലും രണ്ടാത്മായ സുഹൃത്തുക്കൾ പങ്കുചേർന്നു. കൊയർ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ഷെറിൻ മൂലയിലച്ചനാണ്. ദീർഘനാളത്തെ പരിശീലനത്തിലൂടെ പ്രത്യേകമായിട്ട് 3 ഗാനങ്ങളാണ് വിശുദ്ധ കുർബാനയ്ക്ക് ആലപിച്ചത്. ലാക്കുമാറ, കന്തീശ തുടങ്ങിയ ഗാനങ്ങളും ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വാവാ യേശുനാഥ എന്ന ഗാനവും. അതിനെ തുടർന്ന് എല്ലാ വൈദികരും മെത്രാന്മാരും ചേർന്ന് ഈ വിശുദ്ധ ബസിലിക്കയുടെ സാക്രിസ്റ്റിയിൽ വന്ന് അഭിവന്യ സ്റ്റീഫൻ പിതാവിന്റെ നേതൃത്വത്തിൽ ഫാത്തിമ മാതാവിന്റെ ഈ തിരുനാൾ ദിവസം സാൽവേ റെജീന എന്ന ഗാനം എല്ലാവരും ഒത്തുചേർന്ന് ആലപിച്ചു. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് വിടവാങ്ങുന്നത്.